നമസ്കാരം. യുഎസിലെ വടക്കൻ കാലിഫോർണിയയിൽ കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത് ശക്തമായ ഭൂചലനമാണ്. 7.0 തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയത്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് ഒറിഗോൺ അതിർത്തിക്കടുത്തുള്ള തീരദേശ ഹംബോർട്ട് കൗണ്ടിയിലെ ചെറിയൊരു നഗരമായ ഫെൻഡെയിലിന്റെ പടിഞ്ഞാറ് പ്രാദേശിക സമയം രാവിലെ 10:44 ഭൂചലനം ഉണ്ടാവുകയായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ വരെ ഭൂചലനം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഭൂചലനത്തെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച US ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും വൈകാതെ ഇത് പിൻവലിക്കുകയായിരുന്നു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 300 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന തീരങ്ങളിൽ അപകടകരമായ സുനാമിക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു കാലാവസ്ഥാ വിഭാഗം അറിയിച്ചത്. എന്നാൽ വൈകാതെ തന്നെ ഈ മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തു. കാലിഫോർണിയയിലെ 5.3 ദശലക്ഷം ആളുകൾക്കാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയത്. US ജിയോളജിക്കൽ സർവേ മഞ്ഞ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. 1.3 ദശലക്ഷത്തിലധികം ആളുകൾ ഭൂകമ്പം നടന്നതിന് സമീപം താമസിച്ചിരുന്നു. അവർക്ക് അത് അനുഭവിക്കാൻ കഴിയുമായിരുന്നുവെന്നും US ജിയോളജിക്കൽ സർവേ കണക്കാക്കുന്നു. ശക്തമായ തിരമാലകൾ തങ്ങളുടെ സമീപമുള്ള തീരങ്ങളെ ബാധിച്ചേക്കാം. നിങ്ങൾ അപകടത്തിലാണ്. തീരദേശ ജലാശയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഉയർന്ന പ്രദേശങ്ങളിലേക്കോ ഉൾനാടുകളിലേക്കോ ഇപ്പോൾ നീങ്ങുക. മടങ്ങിയെത്താൻ പ്രാദേശിക ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതുവരെ തീരത്ത് നിന്നും അകന്നു നിൽക്കുക എന്നായിരുന്നു മുന്നറിയിപ്പ്. നിരവധി സെക്കൻഡുകൾ ഭൂചലനം നീണ്ടു നിന്നതായും തുടർന്ന് ചെറിയ തുടർചലനങ്ങളും അനുഭവപ്പെട്ടതായും പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആൾനാശമുണ്ടായതായി റിപ്പോർട്ടിലില്ല. സാന്താക്രൂസ് പ്രദേശത്ത് ദേശീയ കാലാവസ്ഥാ സേവനത്തിന്റെ സുനാമി മുന്നറിയിപ്പോടെ ഫോണുകൾ ശബ്ദിച്ചു. ബാർട്ട് എന്നറിയപ്പെടുന്ന സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ റാപ്പിഡ് ട്രാൻസിറ്റ് ഡിസ്ട്രിക്ട് സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഓക്ലൻഡിനും ഇടയിലുള്ള ജലാന്തർ ഭാഗത്തു കൂടിയുള്ള തുരങ്കത്തിലൂടെ എല്ലാ ദിശകളിലേക്കുമുള്ള ഗതാഗതവും നിർത്തിവെപ്പിച്ചു.